ശിവങ്കരയിൽ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയെങ്കിലും കുളിക്കുന്നതിന് തെക്കോട്ടിറങ്ങണം എന്ന അസൗകര്യം മറ്റത്തൊരു ക്ഷേത്രം പണിയുന്നതിന് യോഗീശ്വരനെ പ്രേരിപ്പിച്ചു. ആദ്യകാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ സ്വർണ്ണ വിഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ള ക്ഷേത്രം പണി കഴിപ്പിച്ച് പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയത് കൊല്ലവർഷം 1122 ഒരു പീഠത്തിൽ 3 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളതെങ്കിലും പുത്രനായ വേട്ടയ്ക്കൊരു മകനാണ് പ്രാധാന്യമെന്ന് അടുത്ത കാലത്തെ ദേവപ്രസന്നത്തിൽ തെളിയുകയുണ്ടായി. മാതൃപിതൃലാളിതനായ ശ്രീ വേട്ടയ്ക്കൊരു മകനാണ് ഇവിടെ പ്രാധാന്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആലുകൾ, മാവ്, കരിമ്പന എന്നിവ ഇവിടെയുണ്ട്. ആലും മാവും ചേർന്ന് നിൽക്കുന്ന അത്യപൂർവ കാഴ്ച ഇവിടുത്തെ പ്രത്യേകതയാണ്. കുംഭത്തിലെ ആയില്യത്തിന് തിരുവുത്സവം, ദേവിക്ക് പൊങ്കാല, കൂട്ട്, പാട്ട്, കളമെഴുത്ത്, പള്ളിവാൾ എഴുന്നള്ളത്ത്, ഘോഷയാത്ര, ക്ഷേത്രം ചുറ്റിയുള്ള എഴുന്നള്ളത്ത് എന്നിവയാണ് ഇവിടുത്തെ ആട്ടവിശേഷങ്ങൾ. ക്ഷേത്ര നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച യോഗീശ്വരന് കല്ലടയാറിന്റെ തെക്കേക്കരയിൽ ഇന്ന് വലിയ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശം അനുയോജ്യമാണെന്ന് ബോധ്യമായി. അവിടം കാര്യറ കണ്ണൻകുഴിയത്തുകാരുടെ വകയായിരുന്നതിനാൽ അവർക്ക് പൊന്നും വില കൊടുത്ത് സ്ഥലം വാങ്ങുകയും ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ പഞ്ചലോഹ വിഗ്രഹമായിരുന്നു. കാലാന്തരത്തിൽ ക്ഷേത്രം ജീർണിക്കുകയും പിന്നീട് പുനരുദ്ധരിച്ച് കൃഷ്ണശില